അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവർ ആണ്. വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പണ്ടത്തെ ഡെസ്ക് നല്ലൊന്ന് അടിപൊളി ക്യൂട്ടെന്നല്ല നോർമലായിട്ട് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. ടേബിളിന് മുകളിൽ ചെറിയൊരു സ്റ്റെക്കിങ് ഉണ്ടാവും. ഞാൻ ഇച്ചിരി കൂടുതൽ സ്പീഡിൽ ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഇങ്ങനെ സ്റ്റെക്കിങ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ സ്റ്റെക്കിങ് ഉണ്ടാവും. പിന്നെ എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവറാണ്. അങ്ങനെ വലുതായിട്ട് പിൻട്രസ്റ്റിലൊന്നും അങ്ങനെ നോക്കാതെ എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് കുറേ വാൾ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് പറിച്ച് മാറ്റി. സത്യം പറയാൻ എനിക്ക് ഒരു മൂഡിൽ ആ വാൾ പോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും എനിക്ക് ആ സമയത്ത്. ബട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക ഇത് തീരെ രസമില്ല, ഒന്നിനും കൊല്ലാന്ന് പിന്നെ ഞാൻ മനസ്സിലാവും. അപ്പം ഞാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെയും എടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളാരും എങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് ചില സമയത്ത് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകും. പിന്നെ അത് എൻ്റെ പാണ്ടേൻ്റെ എന്താ പറയുക ഒരു ചെവിയൊക്കെ പോയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ചെവിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണമല്ലോ, എന്നാലല്ലേ എനിക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കളിച്ചിട്ട് ഞാൻ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് എൻ്റെ മറ്റേ പേസ്റ്റൽ ഷെയ്ഡിൽ അതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനാവാണ്. സ്കൂൾ തുറക്കുമ്പോൾ പണ്ടത്തെ കോലത്തിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന രസമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളും ഈ വാളിൻ്റെ മുകളിൽ വരാനുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഡെയിലി റുട്ടീൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കുണ്ട് അതേപോലെ കുറേ കാര്യങ്ങൾ. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ മേക്ക് ഓവറൊന്നും കൊടുക്കാണ്ട് ചെറിയൊരു മേക്ക് ഓവറൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ ടേബിളിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത വെക്കേഷൻ ആകുമ്പം ഇതേപോലെ ഒരു നല്ല പിൻട്രസ്റ്റി ലുക്കായിട്ടുള്ളതെന്ന് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനൊന്നും അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും ആണ്. ഇനിയിപ്പോൾ 10-11 ദിവസം കൊണ്ട് നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായതായിരുന്നു. അപ്പം എൻ്റെ ഡെയിലി റുട്ടീനൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ബാക്കി കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 8 ദിവസം കൂടിയുള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. 9 ദിവസം കൂടിയുള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര പ്രിപ്പയറായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പ്രിപ്പയറാണ്. പിന്നെ സ്റ്റഡി ടേബിളൊക്കെ ഞാൻ സ്റ്റിക്കറൊക്കെ ഇട്ട് ഒട്ടിച്ചു കൊടുത്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് വാളൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കട്ട് അത് മാറിപ്പോയി, ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. പിന്നൊക്കെ അത് റീസ്റ്റോർ ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടാണ് വാളൊന്നും ചെയ്യാത്തത്. പിന്നെ എൻ്റെ ആ ഡെസ്കിൻ്റെ മുകളിലിട്ട പണിയായിരുന്നു. അതിൻ്റെ അകത്തൊരു നല്ലോണം തന്നെ ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ അങ്ങോട്ട് എടുത്ത് വെക്കണമായിരുന്നു, ഇങ്ങോട്ട് എടുത്ത് വെക്കണമായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ. ക്രാഫ്റ്റിൻ്റെ ഒക്കെ സ്കൂൾ ഐറ്റംസ് ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ നിലത്തൊക്കെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൃത്തിയാക്കുമ്പോൾ നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. സെല്ലോ ടാപ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു വയ്യാണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ എൻ്റെ മാക്രോമി നൂലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് താഴത്തേനും കൂടെ ചെയ്യണം. താഴത്തത് ഇപ്പം ഞാൻ ഇന്നലെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഓരോ പാട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ. ഫസ്റ്റത്തെ ഡെസ്ക് മേക്ക് ഓവർ ഇന്ന് രാത്രി എടുത്ത വീഡിയോ. അപ്പം മോളത്തൊരു ഡെസ്കില്ലേ അത് ചെയ്തത് ഇന്നലെ രാത്രി. അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഒന്നാമത് ഫോണിന് സ്റ്റോറേജ് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നം കൊണ്ടൊക്കെ ലാഗായി പോയതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അടിയിലുള്ള സംഭവങ്ങൾ. ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള ഐറ്റംസാണ്, പക്ഷെ ഞാനതൊക്കെ വൃത്തികേടായിട്ടാണ് വെക്കുക. അപ്പം അതിനെ കൊണ്ട് തന്നെ
വൃത്തിയേട് പാടില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ നീറ്റായിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മറ്റേ നമ്മുടെ എന്തായിരുന്നു പറയുക കാല് ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ കാല് കാണാൻ ബ്ലാക്ക് കളറായിരിക്കും. ബട്ട് നമ്മുടെ കാല് കാണാൻ പറ്റുന്ന ഒരു സംഭവമില്ലേ, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് അറിയണം ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അത് എൻ്റെ ഒരു ഞാൻ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നതായിരുന്നു, പക്ഷേ പിന്നെ കാണാണ്ടായിപ്പോയി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്, ഇത് വൃത്തിയാക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതുവരെ ഞാൻ ഓരോ ഡ്രസ്സ് കൊണ്ടുവന്നു അമ്മ അതെവിടെ ഞാൻ ചോദിക്കാതെ മരുന്നിയല്ല കൊണ്ട് ചെറുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഞാനത് വാങ്ങി നേരെ വരും. അപ്പം ഇതൊക്കെ കേട്ടോ നമ്മുടെ ഐറ്റംസ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ കുറേ എന്താ പറയുക നമ്മുടെ ഡെസ്കിൻ്റെ അകത്ത് വെക്കുന്ന അങ്ങനത്തെ സാധനങ്ങളും പിന്നെ എന്താ പറയുക ഇപ്പോൾ അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാൻഡിൽസും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ നോർമലായിട്ടുള്ളൊരു സ്റ്റഡി ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആർഭാടൊന്നും ഇല്ലാണ്ട് ഭയങ്കര നീറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കിത് നീറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ പണിയിലാണ്. ഞാൻ ഇനിയും കുറേ വാൾ പോസ്റ്റേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ചിലപ്പോൾ അമ്മ വന്ന് കഴിഞ്ഞാൽ അത് മാറ്റുകയും ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.